ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പാക്കറ്റ് പാൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബട്ടർ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. അതുമാത്രമല്ല, നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിലും അതുപോലെ ഹെൽത്തി ആയിട്ടും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു മെത്തേഡ് കണ്ടു നോക്കാം. ബട്ടർ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് തന്നെ നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ, എന്നാലേ ഉള്ളത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇതിൽ കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കുറേ പോയിന്റുകളുണ്ട്, എന്നാലും നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന പാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്, അത് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് ആറാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പാട അടിഞ്ഞ് വന്നിട്ടുണ്ടാവില്ലേ, ഈ പാട നമ്മൾ കളക്ട് ചെയ്യണം. നമ്മൾ എടുക്കുന്ന പാല് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ശുദ്ധമായിട്ടുള്ള നാടൻ പാലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നാടൻ പാലാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിൽ അത്യാവശ്യം നല്ല ഫാറ്റ്, ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ നാടൻ പാൽ എടുക്കുക, ഒന്നും ഫാറ്റ് ഒന്നും കളയാത്ത നാടൻ പാൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നാടൻ പാലാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ എല്ലാ ദിവസവും തിളപ്പിക്കണം. എല്ലാ ദിവസവും നമ്മൾ കിട്ടുന്ന പാൽ, ഒരു പാക്കറ്റ് പാൽ വാങ്ങുമല്ലോ, അതിനകത്ത് നിന്ന് കിട്ടുന്ന പാട ഇതുപോലെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കണം. ആദ്യം കുറച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി വെക്കുക, നന്നായിട്ട് അടച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ പാട എടുക്കുക, ആ ഫ്രീസറിൽ നിന്ന് എടുത്ത പാത്രത്തിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്ത് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തൊന്നും വെക്കരുത്, അപ്പോൾ അത് മൊത്തം കേടായി പോവും. നമുക്ക് കളക്ട് ചെയ്യുന്ന സമയത്ത് ഫ്രീസറിന് എടുക്കുക, എന്നിട്ട് കളക്ട് ചെയ്യുക, പാട ഇടുക, എന്നിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കേണ്ടത്. ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ വെച്ചതിന് ശേഷം കുറച്ചൊന്ന് തണുപ്പ്, നമ്മളിത് ചെയ്യുന്ന സമയത്ത് നല്ല തണുപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തണുപ്പ് മാറരുത്, എന്നാൽ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ ഒന്ന് മാറി നമ്മളിങ്ങനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ആ ഒരു തണുപ്പിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ ഉപയോഗിച്ച് സ്ലോ സ്പീഡിൽ ഇതുപോലെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ലോ സ്പീഡിലാണ് ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ്, 5 മുതൽ 10 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള മൊത്തം വെള്ളം, അതായത് നമ്മളുടെ ഈ പാടയ്ക്കകത്തുള്ള വെള്ളമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നെയ്യ് വേറെയും അതുപോലെ ഈ വെള്ളം വേറെയായിട്ട് ഇങ്ങനെ കിടക്കും. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ? ഇത് കാണുന്ന മൊത്തം ബട്ടറാണ് കേട്ടോ. അതായത് നമുക്ക് അത്രയും ബട്ടർ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഏകദേശം ഒരു മാസമൊന്നും ഇല്ല കേട്ടോ, ഏകദേശം കുറച്ചൊരു 15 ദിവസത്തോളമൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള പാൽപ്പാടയാണ്. ഞാൻ പറഞ്ഞ നാടൻ പാലായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ കിട്ടിയ ബട്ടർ ഉണ്ടല്ലോ, അത് ഈ വെള്ളത്തിനകത്ത് നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. കൈ കൊണ്ടിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ മെൽട്ടായി പോകുമല്ലോ. നമ്മളിത് ചെയ്യുന്ന എല്ലാത്തിനും നല്ല തണുത്തിരിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ബട്ടർ നമുക്ക് മാക്സിമം ബട്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം ചൂട് തട്ടുമ്പോഴത്തേക്കും ഈ ബട്ടർ മെൽറ്റായി പോകും. അപ്പം നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടാനായിട്ട് എപ്പോഴും നല്ല തണുത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മിക്സിയിൽ നമുക്ക് ചെയ്യാം. മിക്സിയിൽ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഞാൻ ഇതിന് മുന്നേ ഒരു ബട്ടറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ എളുപ്പവും അതുപോലെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്നതും ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കിട്ടും. മറ്റേത് നമുക്ക് കുറേ ഒന്നും ബട്ടറൊക്കെ നമുക്ക് അത്ര കിട്ടൂല മിക്സിയിൽ ചെയ്തെടുക്കുമ്പോൾ. അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ഇതിൻ്റെ കൂടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ലാസ്റ്റിലെ എൻഡ് സ്ക്രീനിലും കൊടുക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. അതിനേക്കാളൊക്കെ നല്ല ഈസി മെത്തേഡ് ഇതാണേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഈ ഒരു ബട്ടർ അതിനകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് മാക്സിമം നമ്മൾ കടഞ്ഞെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കടഞ്ഞെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ അമർത്തി കഴുകി നമുക്ക് 3-4 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയും ബട്ടർ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 15 ദിവസത്തെ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പാലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ ബട്ടറിലുള്ള ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ബട്ടർ ഇതുപോലെ ഒരു ബട്ടറിൻ്റെ പാക്കറ്റിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സാധാരണ ബട്ടർ നമുക്ക് കിട്ടില്ല, അത്രയും ലൈഫ് നമുക്ക് ഈ ബട്ടറിന് കിട്ടൂല കേട്ടോ ഇതിന്. അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തീർക്കുക. പിന്നെ അതല്ലാതെ നമ്മൾ ഇത് ഇങ്ങനെ നമുക്ക് ബട്ടർ അല്ലാതെ നിങ്ങൾക്ക് നെയ്യ് ആക്കണമെങ്കിൽ ഈ ബട്ടർ ഉരുക്കിയെടുത്തിട്ട് നമുക്ക് നെയ്യായിട്ടും മാറ്റാം കേട്ടോ. അങ്ങനെ ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ബട്ടർ നല്ല യൂസാണ്, കുട്ടികൾക്കൊക്കെ
നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് ബെഡിൽ സ്പ്രെഡാക്കിയിട്ടൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ബട്ടറായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ചെയ്ത് നോക്കുക. ഇത് ജസ്റ്റ് മൊത്തം ഉരുക്കിയെടുത്താൽ നമുക്ക് നെയ്യ് കിട്ടും കേട്ടോ. എന്നിട്ട് അത് നമുക്ക് നെയ്യായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും റിസ്നാ റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ.